ഇന്ന് ട്യൂസ്ഡേ മോർണിംഗ് ആണ്. കുറേ നാളായി ചാനലിലേക്ക് വീഡിയോ ചെയ്തിട്ട് ഇന്നൊരു വീഡിയോ ആണെന്ന് വിചാരിച്ചു. തുടക്കം ചായയിലാവട്ടെ എന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ തലേന്ന് തന്നെ ഞാൻ മാവ് ആട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. ഇഡ്ഡലിക്കാണ് കേട്ടോ ആട്ടി വെച്ചിട്ടുള്ളത്. ഇനി നേരെ പോയി ഫ്രിഡ്ജിൽ നിന്ന് നമുക്ക് സാമ്പാർ വയ്ക്കാനുള്ള മലക്കറിയൊക്കെ എടുക്കണം. അപ്പോൾ അതൊക്കെ വെട്ടി വയ്ക്കുമ്പോഴത്തേക്കും നമ്മുടെ ചായ അവിടെ തിളച്ചിട്ടുണ്ടാവും. അപ്പോൾ ഞാൻ കുറച്ച് മാത്രമേ വയ്ക്കുന്നുള്ളൂ കേട്ടോ. നമ്മൾ 2-3 പേരേ ഉള്ളൂ. അവിടെ ചായ തിളയ്ക്കുമ്പോഴത്തേക്കും ഞാൻ ഇതെല്ലാം സെറ്റ് ചെയ്ത് വയ്ക്കും. പിന്നെ അത് ചായ ഒഴിച്ചുകൊണ്ട് വെച്ചിട്ടാണ് ഈ മലക്കറിയൊക്കെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഓരോന്ന് കണ്ടുപിടിച്ച് എല്ലാം പറക്കി വെച്ചിട്ട് ഈ ഡ്രോ തിരിച്ച് നമുക്ക് ഫ്രിഡ്ജിനകത്തേക്ക് തന്നെ വയ്ക്കണം. അപ്പോൾ അധികം നേരം വെളിയിൽ വെച്ചിരുന്നാലും വെജിറ്റബിൾസ് ചീത്തയായി പോവില്ല. അപ്പോൾ അതിൽ നിന്ന് കുറേ സാധനങ്ങൾ, ക്യാരറ്റ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നോക്കി എടുക്കുകയാണ്. ഒരു കവറിലാണ് വെച്ചിരുന്നത്. മലക്കറി എല്ലാം പറക്കി കഴിഞ്ഞപ്പോഴത്തേക്കും ചായ തിളച്ചിട്ടുണ്ട്. അപ്പോൾ അതിനൊരു അരിപ്പയിലിട്ട് മാറ്റി ഒഴിക്കുകയാണ്. എനിക്ക് വിത്തൗട്ട് ചായയാണ് കേട്ടോ. അപ്പോൾ ഞാൻ മധുരമില്ലാത്ത ചായ ആദ്യമേ എടുത്ത് മാറ്റുകയാണ്. എന്നിട്ട് കുട്ടിയേക്കുള്ള ചായയിൽ മധുരം ഇട്ട് അതും മാറ്റി വയ്ക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു കപ്പ് ചായ രാവിലെ നിർബന്ധമാണ്. ചായയിലായിരിക്കും നമ്മൾ എല്ലാ കാര്യങ്ങളും തുടങ്ങുന്നത്. ഇതില്ലാതെ ഒന്നുമില്ല കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞില്ലായിരുന്നു, നമ്മളെ ചായ കുടി ഒരു സൈഡിലൂടെ നടക്കും, അതുപോലെ മലക്കറിയുടെ കട്ടിങ് ഒരു സൈഡിലൂടെ നടക്കും. ഇത് രണ്ടും ഒരു കോംബോയിലാണ് കേട്ടോ ഞാൻ എന്നും കൊണ്ടുപോകുന്നത്. അപ്പം ഞാൻ ഇപ്പോൾ എനിക്കൊരു കാര്യം ഓർമ്മ വന്നത്, നമ്മുടെ ബിഗ് ബോസിനകത്ത് നമ്മുടെ ജാസ്മിൻ എന്ന് പറയുന്ന ഒരു കണ്ടസ്റ്റൻറ്റിനെ കുറിച്ച് ഹൈജീൻ ഇല്ല എന്നൊക്കെ പറഞ്ഞ് കുറേ കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നല്ലോ. അപ്പം നമ്മൾ സ്വാഭാവികമായിട്ടും എല്ലാവരും 100% പെർഫെക്റ്റായിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യണമെന്നില്ല കേട്ടോ. നമ്മളിപ്പോൾ ഹോട്ടലിൽ നിന്നൊക്കെ പോയി ഫുഡ് കഴിക്കുമ്പോഴത്തേക്കും അറിയാമല്ലോ, അവരൊക്കെ എന്ത് ഹൈജീൻ എടുത്തിട്ടാണ് നമുക്ക് ഫുഡ് സെർവ് ചെയ്യുന്നത്. ഒരു ഇതുമില്ല. അവരിങ്ങനെ കണ്ട കണക്ക് കൊണ്ടുവരികയാണ്. ചിലപ്പോൾ പാത്രത്തിനകത്ത് അവരെ വിരൽ മൊത്തം കാണും, ചിലപ്പോൾ ഗ്ലാസ്സിനകത്ത് അവരെ കൈയുടെ ഫുള്ള് വിരലും ഉണ്ടാവും. അപ്പോൾ അതൊന്നും നോക്കിയിട്ട് കാര്യമില്ല കേട്ടോ. നമ്മൾ ഓരോരുത്തരും ഓരോ രീതിയിലാണ്. അപ്പോൾ ആ കുട്ടി കുറേ ഇങ്ങനെ എയിം ചെയ്ത് കുറേ കമൻറ്റുകളും വീഡിയോകളും ഒക്കെ കാണാറുണ്ട്. അപ്പോൾ അത് ഞാൻ ഈ സമയം ഒന്ന് പറഞ്ഞതാണ് കേട്ടോ. ഞാൻ അത് ഓർത്തപ്പോൾ പറഞ്ഞതാണ് ഇവിടെ. ഞാൻ അടുത്ത സിപ്പ് ചായയും കുടിച്ചിട്ടുണ്ട്. ഇനി അടുത്തപ്പോഴത്തേക്കുമാണ് ഉരുളക്കിഴങ്ങ് എടുക്കാൻ വിട്ടുപോയത് ഓർത്തത് കേട്ടോ. അപ്പോൾ അത് അപ്പുറത്ത് പോയി എടുത്തിട്ട് വന്നതാണ്. അപ്പോൾ നമുക്ക് 2 കിച്ചണാണ് കേട്ടോ. ഒരു സൈഡിൽ ഫ്രിഡ്ജും ബാക്കി കാര്യങ്ങളൊക്കെ, മറ്റേ സൈഡിലാണ് ഗ്യാസും ഒക്കെ ഇരിക്കുന്നത് കേട്ടോ. എൻ്റെ ചില കൂട്ടുകാരികളൊക്കെ കാണുമ്പോൾ ചോദിക്കാറുണ്ട് കേട്ടോ, എന്താ ഇപ്പോൾ ടിപ്സ് വീഡിയോ ഒന്നും ഇടാത്തതെന്ന്. അപ്പോൾ അതിനൊരു മെയിൻ റീസണായിട്ട് പറയാനുള്ളതെന്ന് വെച്ചാൽ, ഞാനൊരിക്കൽ നമ്മളിവിടെ അടുത്തുള്ളൊരു ബുക്ക് സ്റ്റാളിൽ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഒരു കൂട്ടുകാരി, പഴയ കൂട്ടുകാരിയാണ്, കൂടെ പഠിച്ചൊരു ഫ്രണ്ട്. അപ്പോൾ അവൾ കണ്ടിട്ടും, അപ്പോൾ നമ്മൾ വീട്ടിൽ നിൽക്കുന്ന കോലത്തിലാണ് കേട്ടോ ബുക്ക് സ്റ്റാളിലേക്ക് പോയത്. വലിയ ഗെറ്റപ്പൊന്നുമില്ല, നോർമലി ഒരു പുട്ടപ്പ ചെയ്ത് തലയൊക്കെ കെട്ടിയിട്ട് പോയപ്പോഴത്തേക്കും ആ കുട്ടിയെ കണ്ടു കേട്ടോ. അപ്പോൾ കുട്ടി ചെന്ന ഉടനെ എന്നെ മൊത്തത്തിൽ അടിമുടി ഒന്ന് നോക്കി, ഒരു വല്ലാന്ന് ഉള്ളൊരു നോട്ടം കണക്കെനിക്ക് തോന്നി. അപ്പോൾ എനിക്ക് എന്തോ പോലെ കേട്ടോ. അവളെ ഭാവം കണ്ടപ്പോൾ, നീയാണോ യൂട്യൂബിൽ വീഡിയോ ചെയ്യുന്നത് എന്നൊരു മട്ടിലാണ് അവൾ എന്നെ നോക്കിയത്. അപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം തോന്നി കേട്ടോ. അപ്പോൾ അധികം സംസാരിക്കാനൊന്നും നിന്നില്ല. അവൾ കാര്യവട്ടത്ത് PGയോ അങ്ങനെ എന്തോ ചെയ്യുന്നെന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ ഞാനത് പിന്നെ വന്ന് വീട്ടിലിരുന്ന് സങ്കടപ്പെട്ട് ആലോചിച്ചു കേട്ടോ. അപ്പോൾ അവൾ നോക്കിയതും നമ്മളെ ചാനലിൽ നമ്മൾ തെറ്റായ ഒരു പ്രചരണം കൊടുക്കുന്നു എന്നൊക്കെ ഉള്ളൊരു കോംപ്ലക്സ് മൈൻഡ് ഉണ്ടല്ലോ അത് നമ്മളിൽ വർക്ക് ചെയ്യുമല്ലോ ചില സാഹചര്യങ്ങളിൽ. അപ്പോൾ അതൊക്കെ ഉണ്ടായത് കൊണ്ടാണ് പിന്നെ ഞാൻ അങ്ങനെ വീഡിയോസ് ചെയ്യുന്നത് സ്റ്റോപ്പ് ചെയ്തത് കേട്ടോ. അവളെ ഞാൻ ഒരിക്കലും കുറ്റം പറയുന്നതല്ല കേട്ടോ. അവൾ നമ്മളെ ഈ യൂട്യൂബേഴ്സിൻ്റെ ഒരു പൊതുവായ ഒരു ധാരണയുണ്ടല്ലോ, വീഡിയോ ചെയ്യുന്ന ആൾക്കാർ ഭയങ്കര ഫെയറും ഭയങ്കര മോഡേണും ഒക്കെ ആയിരിക്കണമെന്നുള്ള തെറ്റായ ധാരണകളാണ് ചിലരെയൊക്കെ ഈ ഒരു നോട്ടം കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് എനിക്ക് അപ്പോഴൊരു ഫീൽ ഉണ്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതിനകത്ത് കാണിച്ചിട്ടുള്ള ബോട്ടിൽസൊക്കെ ഞാൻ MRT തിരുവനന്തപുരം MRTയിൽ നിന്ന് വാങ്ങിച്ചതാണ്. അപ്പോൾ നല്ല ക്വാളിറ്റിയുള്ള പാത്രങ്ങളൊക്കെയാണ്. പാത്രങ്ങളും ബോട്ടിൽ അവിടെ ഒരുപാട് ഇതുപോലെ വിളക്കുകൾ ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അവിടെ എല്ലാം നല്ല ക്വാളിറ്റിയുള്ള സംഭവങ്ങളാണ്. തിരുവനന്തപുരം ചാലക്കകത്തുള്ള MRT എന്ന് പറയുന്ന ഷോപ്പ്. ഞാനൊരു തട്ടിക്കൂട്ട് സാമ്പാറാണ് കേട്ടോ വയ്ക്കുന്നത്. 100% പെർഫെക്റ്റായിട്ട് ചെയ്യണമെന്ന് വിചാരിച്ചാൽ നടക്കില്ല. നമ്മൾ ഓരോ സാഹചര്യം കണക്കിരിക്കും കേട്ടോ. അപ്പോൾ സമയമില്ലാത്ത സമയത്ത് ഞാൻ എല്ലാം കൂടി ഇതുപോലെ കുക്കറിലേക്ക് ഇട്ടിട്ടാണ് പെട്ടെന്നൊരു തട്ടിക്കൂട്ട് സാമ്പാർ ഉണ്ടാക്കുന്നത്. ഇന്ന് താമസിച്ചാണ് കേട്ടോ എണീറ്റത്. ഒരു 9 മണിയായി കഴിഞ്ഞു. കുട്ടികൾ എണീറ്റിട്ടില്ല, നല്ല ഉറക്കത്തിലാണ്. അപ്പോൾ പതിയെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഇത്രയും സ്ലോ ആയിട്ട് ഓരോ കാര്യങ്ങൾ പറഞ്ഞ് ചെയ്യുന്നത് കേട്ടോ. കുറേ നാളായില്ലേ നമ്മളെ ചാനലിലേക്ക് വീഡിയോ ചെയ്തിട്ട്. അപ്പോഴും ഞാൻ ചായ കുടിച്ച് തീർന്നിട്ടില്ല. അപ്പോൾ ഈ കുക്കർ അടുപ്പത്ത് വെച്ചിട്ട് ഒന്ന് വെളിയിലേക്ക് ഇറങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ മതിലിൻ്റെയൊക്കെ പണികൾ നടക്കുന്നേ ഉള്ളൂ കേട്ടോ, കംപ്ലീറ്റ് ആയിട്ടില്ല. ഇനി ഗേറ്റിൻ്റെയും കാര്യങ്ങളും ഒക്കെ ഉണ്ട്, ഗേറ്റും കാര്യങ്ങളൊക്കെ ഇടണം. അപ്പോൾ
കുറച്ച് ദിവസം മുമ്പേ നട്ട 10 മണി ചെറുതായിട്ടൊന്ന് പൂത്തിട്ടുണ്ട്. ഈ പൂക്കൾ കാണുമ്പോഴത്തേക്കും ഭയങ്കര സന്തോഷമാണ് കേട്ടോ. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ നട്ടിട്ടുള്ള എന്തെങ്കിലും ഒരു ചെടി പൂത്തിരിക്കുന്ന കാണുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. ഇതൊക്കെ വെറൈറ്റി കളറിൽ ഉള്ള 10 മണികളാണ് കേട്ടോ. ഇപ്പം നട്ടതേ ഉള്ളൂ. അപ്പോൾ ഇത് വെയിലടിച്ചപ്പോൾ നന്നായിട്ട് പൂത്ത് വരുന്നുണ്ട് കേട്ടോ. നല്ല വെയിലത്ത് വേണം 10 മണികൾ നടാനായിട്ട്. ഇത് നമ്മളെ വീട്ടിലേക്ക് വന്ന പുതിയ 2 ആമ്പൽക്കുട്ടന്മാരാണ്. അപ്പോൾ ദേവജിത്ത് ഉറക്കണിട്ട് വന്നിട്ടുണ്ട്. അവ ആദ്യമായിട്ടാണെന്ന് തോന്നുന്നു ആമ്പൽ കാണുന്നത് കേട്ടോ. അപ്പോൾ ഇത് കണ്ടപ്പോൾ അവന് ഭയങ്കര സന്തോഷമായി. ഇതെന്താണെന്നൊക്കെ ചോദിച്ചു. എന്നിട്ട് മണം ഉണ്ടോയെന്നറിയാൻ മണത്തൊക്കെ നോക്കിയിട്ട് പറഞ്ഞു നല്ല മണമുണ്ട്, 2 പൂവുണ്ട്. ഇതൊക്കെ പിടിച്ച് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴത്തേക്കുമാണ് ചെരുപ്പിടാൻ മറന്നു പോയത് അവൻ കേട്ടോ. അവൻ പോയി ചെരുപ്പൊക്കെ ഇട്ടിട്ട് വന്നിട്ട് ആ പൂവിനെ പിന്നെയും പിടിച്ചിട്ട്, ഇതെൻ്റെ ചേച്ചിയുടെ മോളാണ് കേട്ടോ, ആരതി. അവളും ഉറക്കണിട്ട് വന്നിട്ടേ ഉള്ളൂ കേട്ടോ. ദേവജിത്ത് മാറി മാറി പൂവിൽ മണത്ത് നോക്കുകയാണ്. അവളുടെ ഇത് ആമ്പലാണ് എന്നൊക്കെ പറഞ്ഞു കൊടുത്ത് അവളുടെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടൊക്കെ നിൽക്കുകയാണ്. എന്നിട്ട് അവൻ ചുറ്റാതെ നടക്കുകയാണ്. എന്നെപ്പോലെയാണ് കേട്ടോ അവനും. ഇടയ്ക്ക് ഞാനൊരു പേരയുടെ വീഡിയോ ഇട്ടിട്ടില്ലായിരുന്നു. അതിൻ്റെ തന്നെ സെയിം ഇനത്തിലുള്ള ഹൊമിഗ്രോണിലെ ബ്രാഞ്ചിലുള്ള ഒരു പ്ലാവും അതുപോലെ തന്നെ ഒരു പപ്പായയുടെ തൈയുമാണ് കേട്ടോ അത്. അവൻ എല്ലാ ചെടികളിലും ഓടി നടന്ന് പിടിച്ച് നോക്കുകയാണ്. ഞാനും ഇടയ്ക്കൊക്കെ ഇതുപോലെയാണ്, എല്ലാത്തിലും ഇതുപോലെ ഒന്ന് പിടിച്ച് തൊട്ട് തലോടിയൊക്കെയാണ് രാവിലെ പോകുന്നതും. അപ്പോഴാണ് അവൻ സൈഡിൽ പൂത്തിക്കുന്ന ആ 10 മണി കണ്ടത് കേട്ടോ. അപ്പോൾ അതിൽ ശ്രദ്ധിച്ച് നോക്കുകയാണ്. എന്നിട്ട് എന്താ പിന്നെ ആമ്പലിൻ്റെ അടുത്തേക്ക് വന്നിട്ട് ഒന്ന് ഞാൻ ഒന്ന് നീ എന്നൊക്കെ പറഞ്ഞ് സംസാരിച്ചുകൊണ്ടൊക്കെ നിൽക്കുകയാണ്. അപ്പോൾ ഈ സമയം കാപ്പി ഉണ്ടാക്കാനായിട്ട് പിന്നെ ഞാൻ അകത്തേക്ക് കയറി വരികയാണ്. ഇനി നമുക്ക് ഇഡ്ഡലിക്ക് ഉള്ള മാവ് കലക്കി ഇഡ്ഡലി തട്ടിലേക്ക് മാറ്റണം. സാമ്പാറല്ലേ ആയിട്ടുള്ളൂ. അപ്പോൾ കുടിച്ച ചായക്കപ്പിലേക്ക് വെള്ളമൊക്കെ ഒഴിച്ച് വെച്ചിട്ട് ഇനി നമുക്ക് ഇഡ്ഡലിയുടെ പരിപാടിയിലേക്ക് പോകാൻ കേട്ടോ. പിന്നെ ഇടയ്ക്കൊക്കെ ചിലർ ചോദിക്കുകയുണ്ടായി, തുടക്കത്തിലുള്ള ആവേശമൊന്നും പിന്നീടുള്ള വീഡിയോകളിൽ കണ്ടിട്ടില്ലല്ലോ എന്ന് കേട്ടോ. അപ്പോൾ അതെന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഓരോരുത്തരുടെ മൈൻഡ് ഓരോന്നായിരിക്കുമല്ലോ. നമ്മളിപ്പോൾ ചെയ്യുന്ന കാര്യങ്ങൾ പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടും കാണുന്ന ആൾക്കാരുണ്ടാവുമല്ലോ. ഇപ്പം നമ്മൾ എന്തെങ്കിലും ഒരു പ്രോഡക്റ്റിൻ്റെ റിവ്യൂ ചെയ്യുമ്പോഴത്തേക്കും അത് കണ്ടിട്ട് പറയുന്നത് നമ്മളിതുപോലെ സ്പോയിൽ ചെയ്യുന്നത്, നമ്മൾ ഭയങ്കര ദൂർത്ത് അങ്ങനെയുള്ള സ്വഭാവങ്ങളൊക്കെ ആണെന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഭയങ്കര സങ്കടമായിട്ടൊക്കെ വരും കേട്ടോ. അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് പിന്നെ യൂട്യൂബിനകത്തേക്ക് വീഡിയോ കാര്യങ്ങളൊന്നും ആഡ് ചെയ്യാത്തത്. അപ്പോൾ ഞാൻ കുറച്ച് മാവ് ഒഴിച്ച് വെച്ചിട്ട് ബാക്കി ഞാൻ ഫ്രിഡ്ജിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെയേ ഉള്ള കാര്യങ്ങൾ. അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് പിന്നെ ഈ വീഡിയോ അങ്ങ് സ്റ്റോപ്പ് ചെയ്തത്. പിന്നെ കൂടുതലും ഓരോ ആൾക്കാരുടെ മനസ്സിലുള്ള ഓരോ തോട്ട്സ് ഉണ്ടല്ലോ, അത് എപ്പോഴും നെഗറ്റീവ് തോട്ട്സ് ആയിരിക്കും നമുക്ക് തരുന്നത്. അപ്പോൾ അതിൻ്റെ ബേസായ കുറേ കാര്യങ്ങൾ നമ്മൾ ഒരുപാട് വിഷമം ഉണ്ടാക്കുമല്ലോ. എപ്പോഴും മോട്ടിവേഷൻ വീഡിയോ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും എപ്പോഴും പോസിറ്റീവായിട്ട് ചിന്തിക്കണം, അല്ലെങ്കിൽ പോസിറ്റീവായിട്ട് നമുക്ക് മുന്നോട്ട് പോകണം എന്നൊക്കെ നമ്മൾ ചിന്തിക്കും. പക്ഷേ അതിനൊക്കെ ഒരു ലിമിറ്റേഷൻസ് ഉണ്ട് കേട്ടോ. നമ്മളെക്കൊണ്ട് കഴിയില്ല ചില സാഹചര്യങ്ങളിൽ. അപ്പോൾ ഇന്നെന്താ ഇഡ്ഡലിയൊക്കെ വെച്ചിട്ട് ഞാൻ ചോറ് അടുപ്പത്ത് നമ്മളെ ഇൻഡക്ഷൻ കുക്കറിലേക്ക് ചോറ് വയ്ക്കാനുള്ള പരിപാടിയിലാണ് കേട്ടോ. ഇപ്പോൾ കുറേ നാളായി ഇൻഡക്ഷൻ കുക്കർ യൂസ് ചെയ്തിട്ട്. അപ്പോൾ ഇൻഡക്ഷൻ കുക്കറിൽ വെച്ചിട്ട് അരി തിളപ്പിച്ചിട്ട് നമ്മൾ റൈസ് കുക്കറിലേക്ക് മാറ്റുകയാണ് ചെയ്യുന്നത് കേട്ടോ. കറണ്ട് ബില്ലൊക്കെ കൂടുതലായതുകൊണ്ട് ഇൻഡക്ഷൻ കുക്കർ അങ്ങനെ യൂസ് ചെയ്യാറില്ല. പിന്നെ ഇപ്പം മഴ ആയതുകൊണ്ട് പുറത്ത് കഞ്ഞി വയ്ക്കാനും ബുദ്ധിമുട്ടാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ഇതിൽ വയ്ക്കാമെന്ന് വിചാരിച്ചു. ഇതെൻ്റെ ചേച്ചി പാലയച്ചിന് ഗിഫ്റ്റ് ചെയ്തതാണ് കേട്ടോ, ബജാജിൻ്റെ ഇൻഡക്ഷൻ കുക്കർ. നല്ല ഇൻഡക്ഷൻ കുക്കറാണ് കേട്ടോ, കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഒരു കുഴപ്പമേ ഉള്ളൂ, കറണ്ട് ചാർജ്. അതൊഴിച്ചാൽ ഇൻഡക്ഷൻ കുക്കർ ഭയങ്കര യൂസ്ഫുള്ളായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഈ സമയം അരിയും കൂടെ കഴുകി നമുക്ക് വയ്ക്കാം. ഇതാണ് കേട്ടോ റൈസ് കുക്കർ. ഇത് ശ്രീരാമിൻ്റെയാണ്. ഇതും നമ്മുടെ പാലാച്ച സമയത്ത് ഗിഫ്റ്റ് കിട്ടിയതാണ് കേട്ടോ. പിന്നെ ഈ കാണുന്ന ബോട്ടിൽസ്, അതായത് കണ്ടെയ്നേഴ്സും നമുക്ക് ഗിഫ്റ്റ് കിട്ടിയതാണ്. നമ്മുടെ പാലാച്ചിൻ്റെ സമയത്ത് കിട്ടിയ 3 കണ്ടെയ്നേഴ്സാണ് ഇത് ഗിഫ്റ്റ്. 3 പേര് തന്നതാണ്. അപ്പോൾ ഈ സമയം അരിയൊക്കെ നമ്മൾ കഴുകി വയ്ക്കുകയാണ്. നമ്മുടെ വേവ് കുറഞ്ഞ അരിയാണെങ്കിൽ നമുക്ക് റൈസ് കുക്കറിൽ പെട്ടെന്ന് വെന്ത് കിട്ടും. പക്ഷേ ഇതിത്തിരി വേവുള്ള അരിയാണ് കേട്ടോ. അപ്പോൾ കുറച്ച് നേരം വയ്ക്കേണ്ടി വരും. അപ്പോൾ രാവിലെ തന്നെ ഇതിൻ്റെ പണി കഴിച്ചാൽ നമ്മൾ ഫുഡൊക്കെ കാപ്പിയൊക്കെ കുടിച്ച് കഴിഞ്ഞിട്ട് വരുമ്പോഴത്തേക്കും നമ്മുടെ ചോറ് ഏകദേശം റെഡി ആയിട്ടുണ്ടാകും. എനിക്ക് ഏറ്റവും പാടുള്ള കാര്യമാണ് ഇതുപോലെ കവറിൽ കെട്ടി വരുന്ന സംഭവങ്ങൾ അഴിച്ചെടുക്കുക എന്നുള്ളത് കേട്ടോ. നമ്മളിപ്പോൾ ഹോട്ടലിലൊക്കെ പോയിട്ട് വരുമ്പോൾ ഫുഡ് വാങ്ങിക്കില്ലേ, അപ്പോൾ അതിലും ഇതുപോലെ കറികളൊക്കെ ഉള്ളത് എനിക്ക് അഴിച്ചെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ തലേന്ന് കാച്ചി വെച്ച പാലിലേക്ക് ഞാൻ കുറച്ച് തൈരിൻ്റെ ഒറ ചേർത്ത് കലക്കി വയ്ക്കാൻ കേട്ടോ. അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ തൈര് സെറ്റായിട്ടുണ്ടാകും. ബാക്കിയുള്ളതിനെ ഞാൻ ഫ്രിഡ്ജിലേക്ക് മാറ്റി കേട്ടോ. ഇതാണ് എൻ്റെ ഫ്രിഡ്ജ് എന്ന് പറയുന്നത്. നമുക്ക് 2 in 1 യൂസ് ആണ് കേട്ടോ. നമുക്ക് കിച്ചണിലേക്കുമ്പോൾ കണ്ണാടിയും നോക്കാം, ഫ്രിഡ്ജിൽ നല്ല കാണാൻ ഭംഗിയുണ്ട് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഫ്രിഡ്ജിൻ്റെ മിറർ എന്ന് പറയുന്നത്. മിറർ ടൈപ്പ് ഫ്രിഡ്ജാണ് കേട്ടോ.
അപ്പം നമ്മൾ ചായ കുടിച്ച പാത്രങ്ങളും ചില്ലറ പാത്രങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ ഒന്ന് വൃത്തിയാക്കി നമുക്ക് കഴുകി വയ്ക്കാം. എനിക്ക് ഏറ്റവും കൂടുതൽ പാടുള്ള കാര്യങ്ങളിലൊന്നാണ് ഈ പാത്രം കഴുകലും ക്ലീൻ ചെയ്യലും. നമുക്ക് ഫുഡ് എങ്ങനെയെങ്കിലുമൊക്കെ തട്ടിക്കൂട്ടിയൊക്കെ ഉണ്ടാക്കി വെക്കാം, പക്ഷേ ക്ലീനിങ്ങും ബാക്കി കാര്യങ്ങളും ഏറ്റവും കൂടുതൽ പാത്രം കഴുകുന്നത് ഭയങ്കര മടിയുള്ള കാര്യമാണ് എനിക്ക്. പിന്നെ എന്താ, അങ്ങനെ തട്ടിക്കൂട്ടിയൊക്കെ നമ്മുടെ ജീവിതം മുന്നോട്ട് പോകുന്ന കേട്ടോ. പ്രത്യേകിച്ച് വിശേഷങ്ങളോ അങ്ങനെ ഒന്നുമില്ല, നോർമലി നമ്മളെ സാധാരണ ഒരു ജീവിതം. അപ്പോൾ പിന്നെ പ്രത്യേകിച്ചൊന്നും വീഡിയോയിൽ കാണിക്കാനും ഇല്ല. നമ്മളെ ചോറ് തിളച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കുറച്ചുകൂടെ ഒന്ന് തിളക്കട്ടെ. നമ്മളെ ഇഡ്ഡലി കൂടത്തിൻ്റെ മൂടി ഇളകി വരാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഞാനൊരു പിച്ചാത്തി വെച്ചിട്ടാണ് അതിനെ ഇളക്കിയെടുക്കുന്നത്. എന്തോന്നറിയാണ്ട് സ്പൂണൊക്കെ വെച്ച് നോക്കുന്നു, കുറച്ചുകൂടെ വേവ് വേണം, അതുകൊണ്ട് അടച്ച് വയ്ക്കുകയാണ്. നമ്മൾ കുക്കറൊന്ന് തുറന്ന് നോക്കുകയാണ്, സാമ്പാർ സെറ്റായിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ല തട്ടിക്കൂട്ട് സാമ്പാറാണ്. നമ്മളെല്ലാം മിക്സ് ചെയ്ത് നമുക്കിനി കടുക് വറുത്തിടേണ്ട കാര്യം മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അത് കൂടെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ സാമ്പാർ സെറ്റായിട്ടുണ്ടാവും. പിന്നെ ഇവിടെ കുട്ടിയൊക്കെ ആയതുകൊണ്ട് വലിയ എരിയുടെ ആവശ്യമില്ല, അപ്പോൾ അതുകൊണ്ട് എരിയും കുറച്ചാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ സമയം ഞാൻ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് ഇപ്പുറത്ത് വന്നപ്പോഴത്തേക്കും നമ്മളെ അരി നമുക്ക് എടുത്ത് വയ്ക്കാനുള്ള സമയമായി. അപ്പോൾ അത് ഞാൻ പറഞ്ഞില്ല കുറച്ച് നാളായി നമ്മൾ റൈസ് കുക്കർ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് തട്ടിക്കളഞ്ഞിട്ട് നമ്മൾ അരിയെ എടുത്ത് നമ്മൾ തിളപ്പിച്ച് വെച്ചിട്ടുള്ള ചോറിൻ്റെ അരിയെ എടുത്ത് ഇതിലേക്ക് മാറ്റുകയാണ്. അപ്പോൾ കുറച്ച് നേരം ഒരു 2 മണിക്കൂറൊക്കെ ഇരിക്കുമ്പോഴത്തേക്കും നമ്മുടെ ഈ കുക്കറിനകത്തിരുന്ന് തന്നെ ചോറ് വെന്തോളും കേട്ടോ. ഒന്ന് വെച്ചാൽ ഇത് എളുപ്പപ്പണിയാണ്, പക്ഷേ നമ്മളെ കറണ്ട് ബില്ല് വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഭയങ്കര പാടാണ് കേട്ടോ. നമ്മൾ ഇൻഡക്ഷൻ കുക്കറിൽ നിന്ന് സാധനങ്ങളെടുത്ത് മാറ്റി കഴിയുമ്പോഴത്തേക്ക് ഇതിനകത്തൊരു ഫാൻ കറങ്ങില്ലേ, ആ ഫാൻ നിങ്ങൾ എങ്ങനെയാണ് ഓഫ് ചെയ്യുന്നതെന്ന് പറയണം. സഡനായിട്ട് ഓഫ് ചെയ്യുമോ, അത് ഫാൻ വർക്ക് ചെയ്ത് കംപ്ലീറ്റ് കഴിഞ്ഞ ശേഷമാണ് ഓഫ് ചെയ്യുന്നതെന്നൊന്ന് പറയണം കേട്ടോ. ഈ സമയം അപ്പുറത്ത് പോയിട്ട് ഞാൻ പാനിൽ എണ്ണയൊക്കെ ഒഴിച്ചിട്ട് ഇപ്പുറത്ത് വന്ന് ഇൻഡക്ഷൻ കുക്കറൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി വെള്ളമൊക്കെ മാറ്റി വയ്ക്കുകയാണ്. എന്നിട്ട് അപ്പുറത്ത് പോവും ഇപ്പുറത്ത് വരും. ഇത് തന്നെയാണ് എൻ്റെ പ്രത്യേകിച്ചുള്ള പണി എന്ന് പറയുന്നത്. ഒരു സ്ഥലത്ത് ഒന്ന് ചെയ്യുമ്പോൾ അപ്പുറത്തെ സ്ഥലത്ത് ഓടി നടന്ന് പോവുകയാണ്. അപ്പോൾ ഇത് നല്ല യൂസ്ഫുള്ളായിട്ടുള്ളൊരു ഇൻഡക്ഷൻ കുക്കർ തന്നെയാണ് കേട്ടോ. എനിക്ക് വേറെ കറണ്ട് ബില്ല് മാത്രമേ അങ്ങനെ കോസ്റ്റ്ലി ആയിട്ട് തോന്നിയിട്ടുള്ളൂ. അപ്പോൾ അത് അപ്പുറത്ത് പോയിട്ട് വന്നപ്പോഴത്തേക്ക് എണ്ണയൊക്കെ നന്നായിട്ട് തിളച്ച് ഒന്ന് കരിയേണ്ട പാകത്തിനൊക്കെ ആയി. അപ്പോൾ അതിലേക്ക് കുറച്ച് കടുക് ഇട്ടിട്ട് വന്ന് കറിവേപ്പില ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് കൊണ്ടുപോയി അതിനകത്ത് തീ ഓഫ് ചെയ്ത് കേട്ടോ. കാരണം അത് കരിഞ്ഞു പോകുമെന്ന് പറഞ്ഞ് തീ ഓഫ് ചെയ്തിട്ടാണ് അതിലേക്ക് ഇട്ടത്. ഞാൻ പറഞ്ഞില്ലേ ഒരു തട്ടിക്കൂട്ട് സാമ്പാറാണെന്ന്. അപ്പോൾ ഇനി ഇതിലേക്ക് കുറച്ച് മുളക് പൊടിയും കൂടി ഇട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് വറുത്തിയ ശേഷം കുക്കറിലേക്ക് മാറ്റും കേട്ടോ. ചെറിയൊരു കളറിന് വേണ്ടിയിട്ടാണ്, കുട്ടിയൊക്കെ ആയതുകൊണ്ട് വലിയ എരിയില്ലാന്ന് ഞാൻ പറഞ്ഞില്ല. ഇപ്പോൾ ചെറുതായിട്ടൊരു കളറിന് വേണ്ടിയിട്ടാണ് കുറച്ച് ഒരു 1/2 സ്പൂൺ മുളക് പൊടിയോ ഒന്ന് വറുത്ത് ചേർക്കുന്നത്. അപ്പോൾ ഒരു കളറും കിട്ടും, കാണാനും ഒരു ഭംഗി ഉണ്ടാകും കേട്ടോ. അപ്പോൾ കുറച്ച് മാത്രം എടുത്ത് ചേർത്ത് ഒന്നുകൂടെ ഒന്ന് ഫ്ലെയിം ഇട്ടിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തിട്ട് നമ്മളതിലേക്ക് മാറ്റുകയാണ്. നമ്മളിങ്ങനെ ഫോണൊക്കെ സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് ഒരുപാട് ഇതുപോലുള്ള വീഡിയോസൊക്കെ കുക്കിംഗ് വീഡിയോസൊക്കെ കാണാൻ കേട്ടോ. അപ്പോൾ അതിൽ ഓരോ തരത്തിലാണ് ഓരോ ആൾക്കാർ ചെയ്യുന്നത്. ഒരുപാട് വെറൈറ്റി രീതിയിൽ സാമ്പാറുകൾ വറുത്തരയ്ക്കുന്നതും അല്ലാതെ ഇൻസ്റ്റൻ്റായിട്ട് വയ്ക്കുന്നതൊക്കെ കണ്ടിട്ടുണ്ട്. എല്ലാം നല്ല ടേസ്റ്റ് ഉണ്ടായിരിക്കും, അതുകൊണ്ടാണല്ലോ അവർ പിന്നെയും അത് വയ്ക്കുന്നത്. അപ്പോൾ എനിക്ക് ഈ സാമ്പാറിൽ വേറെ കുഴപ്പമൊന്നും തോന്നിയിട്ടില്ല. തട്ടിക്കൂട്ടാണെങ്കിൽ അത്യാവശ്യം ടേസ്റ്റൊക്കെ ഉണ്ട് കേട്ടോ, നമുക്ക് കഴിക്കാൻ പറ്റുന്നത് തന്നെയാണ്. ഇടയ്ക്ക് നമ്മളൊരു യൂട്യൂബിനകത്തൊരു ഹെയർ സീരീസ് വീഡിയോ ഇട്ടിട്ടില്ലായിരുന്നു. അധികം വീഡിയോസൊന്നും ആഡ് ചെയ്തിട്ടില്ല. അതിലൊരു 4 or 5 അങ്ങനെ എന്തോ വീഡിയോസ് മാത്രമേ ആഡ് ചെയ്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അതിൽ ഇടയ്ക്കൊക്കെ വരുന്ന കമൻറ്റ്സ് ഞാൻ കാണാറുണ്ട്. റിപ്ലൈ ചെയ്യാത്തത് വേറൊന്നും കൊണ്ടല്ല, ആ സീരീസ് ബ്രേക്ക് ചെയ്തതുകൊണ്ടാണ് അതിന് റിപ്ലൈ ചെയ്യാത്തത് കേട്ടോ. ഒരുപാട് ആൾക്കാർ അതിൽ യൂസ്ഫുൾ ആണോ എന്നൊക്കെ ചോദിച്ചിട്ട് കമൻറ്റ് വരാറുണ്ട്. അപ്പോൾ അതെല്ലാം ഞാൻ യൂട്യൂബ് സ്റ്റുഡിയോയിൽ കമൻറ്റ്സ് എല്ലാം കാണാറുണ്ട് കേട്ടോ. എത്ര പഴയ വീഡിയോസ് ആയാലും നമ്മളെ കമൻറ്റ്സ് വരുമ്പോൾ അത് ന്യൂ ആയിട്ട് നമ്മുടെ യൂട്യൂബ് സ്റ്റുഡിയോയിൽ അപ്ഡേറ്റ് ചെയ്ത് വരുമല്ലോ. അപ്പോൾ അതൊക്കെ കാണാറുണ്ട്. റിപ്ലൈ ചെയ്യാത്തത് വേറൊന്നും കൊണ്ടല്ല, ആ സീരീസ് ബ്രേക്ക് ചെയ്തതുകൊണ്ടാണ് കേട്ടോ അത് ഞാൻ റിപ്ലൈ ചെയ്യാത്തത്. നമ്മുടെ കാപ്പി പരിപാടിയൊക്കെ ഏകദേശം കഴിയാറായി. സാമ്പാറിനെ ഒരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഇങ്ങനെ കൈവെള്ളം കുടയുമ്പോഴത്തേക്ക് നമ്മൾ ഇഡ്ഡലി തട്ടിന്ന് ഇഡ്ഡലി ഊരി വരാൻ ഭയങ്കര എളുപ്പമായിരിക്കും കേട്ടോ. ഈ ട്രിക്ക് എനിക്ക് ആരോ പറഞ്ഞു തന്നതാണ്, എങ്ങനെയോ കേട്ടോ കണ്ടോ പഠിച്ചതാണ് കേട്ടോ ഇത്. ചെറുതായിട്ടൊന്ന് കൈവെള്ളം കുടയുമ്പോഴത്തേക്ക് നമ്മൾ ആ ചൂട് ഇഡ്ഡലി തട്ടിന്ന് അതിനെ ഒട്ടിപ്പിടിക്കാതെ ഇഡ്ഡലി ഇളകി വരും കേട്ടോ. ഇനി നമുക്കെന്താ ബാക്കിയുള്ള ബാലൻസ് വന്ന മാവൂടെ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കാരണം ഉപ്പിട്ട് വെച്ചതാണല്ലോ, ഇനി ഇരുന്നാലും അത് ചീത്തയായി പോകും. അപ്പം നമുക്ക് ആ ബാക്കിയുള്ള ബാലൻസിനെ ഒരു തട്ടിലേക്ക് മാറ്റിയിട്ട് അതിനെ ഒന്ന് വയ്ക്കാം കേട്ടോ. അപ്പോൾ അതും ആവും, നമ്മുടെ കാപ്പി കൂടിയും നടക്കും. അതാകുമ്പോൾ നമുക്ക് കുട്ടികൾക്ക് ഈവനിങ് കൊടുക്കുകയും ചെയ്യാം. ഞാൻ അധികം എളുപ്പ പരിപാടിയുടെ ആളാണ് കേട്ടോ. ഒന്നിൽ തന്നെ 2 എണ്ണം നടക്കണം എന്നുള്ള ചിന്താഗതിയാണ് എനിക്കുള്ളത് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ.
അപ്പോൾ എന്താ ഇനി നമുക്കിത് ഡൈനിങ് ടേബിളിലേക്ക് കൊണ്ടുപോയിട്ട് പിള്ളേരെയൊക്കെ ഒന്ന് വിളിക്കാം. കുറച്ച് ദിവസം വീട്ടിൽ ആളില്ലാതിരുന്നത് കൊണ്ട് നമ്മൾ ഡൈനിങ് ടേബിളിൽ വയ്ക്കുന്ന ഷീറ്റൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിക്കിടക്കുകയാണ്. അപ്പോൾ അതിനെയൊക്കെ ഒന്ന് എല്ലാം ക്ലീൻ ചെയ്തിട്ട് നമ്മൾ ഷീറ്റ് എല്ലാം വിരിക്കുകയാണ്. എന്നിട്ട് ആ ടേബിളിൽ ഇരുന്ന പാത്രങ്ങളും എല്ലാം എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. പിള്ളേർ TV കാണുകയാണ് കേട്ടോ. കാർട്ടൂൺ ആണെന്ന് തോന്നുന്നു. രാവിലെ അവർ എണീറ്റിട്ട് കാർട്ടൂൺ കാണുകയാണ്. അപ്പോൾ ബാലൻസ് ദേവജിത്തിന് ചായ ഉണ്ടെങ്കിൽ മാത്രമേ അവൻ കാപ്പി കുടിക്കുള്ളൂ കേട്ടോ. അപ്പോൾ അവൻ്റെ ബാലൻസ് ചായ ഞാൻ ഒരു ചെറിയ കപ്പിലേക്ക് വെച്ചിട്ട് പാത്രമൊക്കെ കൊണ്ടുവച്ചിട്ട് പിള്ളേരെ വിളിക്കുകയാണ്. അപ്പോൾ ഓരോരുത്തരായിട്ട് വന്നിരിക്കുന്നുണ്ട്. ഇനി ഒരാളിവിടെ വരാനുണ്ട് കേട്ടോ. ചേച്ചിയുടെ മോളാണ്. അവൾ വെക്കേഷന് വന്നതാണ് കേട്ടോ. അവൾ 2 ദിവസം കഴിയുമ്പോഴത്തേക്കും തിരികെ പോകും. എൻ്റെ മോൻ ചാടി ആക്രാന്തത്തിൽ ഒരു ഇഡ്ഡലിയൊക്കെ എടുത്ത് പാത്രത്തിൽ വെച്ച് നിൽക്കുകയാണ്. ഒന്നും നടക്കാൻ പോകുന്നില്ല. ഇനിയൊരു യുദ്ധത്തിൻ്റെ ബഹളമായിരിക്കും കേട്ടോ. ഈ ആഹാരം കൊടുക്കുന്നതിന് ഞാനും അവനും തമ്മിൽ നല്ല അടിയും ബഹളമായിരിക്കും. അപ്പോൾ ഇതൊക്കെയാണ് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ടൈമിലുള്ള വീഡിയോ എന്ന് പറയുന്നത്.